Dear students, have a nice time. In the last classes, you studied about the definition of a function, also about the domain and range of a function. Also, we discussed about the way in which we can find the domain of a real valued function of a real variable. And we pointed out that there are many ways of representing a function. We can represent a function as a formula, or we can represent the values of a function if the domain consists of only finitely many elements. We can represent it as a table. The graph of a function refers the set of all points xy such that y equal to f of x, where x lies in the domain of f. ഒരു കാർട്ടീഷ്യൻ പ്ലെയിനിൽ എക്സ് വൈ ആക്സസ് ഉള്ള ഒരു പ്ലെയിനിൽ കുറച്ച് എക്സ് വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ വാല്യൂസ് നമ്മൾ മാർക്ക് ചെയ്യുന്നു. ആ കാണുന്ന വൈ വാല്യൂസ്, അതായത് എഫ് ഓഫ് എക്സുകളെല്ലാം ചേർത്ത് നമ്മളൊരു സ്മൂത്ത് ആർക്ക് വരയ്ക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ദ ഗ്രാഫ് ഓഫ് എ ഫംഗ്ഷൻ. സോ ഹിയർ വി ഹാവ് എൻ എക്സാമ്പിൾ. Here you can see that y equal to f of x. This is a graph of a given function. And corresponding to each x, we can mark the corresponding point y here in the y-axis, and the corresponding point xy lies on this graph. In other words, if we draw a smooth arc connecting the points xy, satisfying the formula y equal to f of x, then that will be the graph of the function. സോ ഈ കാണുന്ന ഫിഗറിൽ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ പോയിന്റ്, അതിന് കറസ്പോണ്ടിങ്ങുള്ള എക്സ് വാല്യൂ ആണ് ഇവിടെയുള്ള ഈ പോയിന്റ്. ഗ്രാഫ് എൻഡ് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയുള്ള എക്സ് വാല്യൂ ആണ് ഈ കാണുന്നത്. ഇതിനിടയ്ക്കുള്ള ഈ പോർഷൻ ആയിരിക്കും ഫംഗ്ഷൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത്. ഡൊമെയിൻ മീൻസ് ദ വാല്യൂസ് ഓഫ് എക്സ് ഫോർ വിച്ച് ദ ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ്. ഇനി എന്തായിരിക്കും റേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ഇതാണെങ്കിലും ഗ്രാഫിൻ്റെ ഏറ്റവും താഴ്ന്നു നിൽക്കുന്ന ഭാഗം വരുന്നത് ഈ ഒരു പോയിന്റിലാണ്. സോ ആ പോയിന്റിന് കറസ്പോണ്ടിങ് ആയുള്ള വൈ വാല്യൂ കൺസിഡർ ചെയ്യുന്നു. അതുപോലെ ഗ്രാഫിലെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന, അതായത് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഏറ്റവും വലിയ വൈ വാല്യൂ വരുന്നത് എവിടെയാണോ അതിന് കറസ്പോണ്ടിങ് ആയുള്ള വൈ വാല്യൂ എടുക്കുന്നു. ഇതിനിടയ്ക്കുള്ള ഈ പോർഷൻ ആയിരിക്കും ഫംഗ്ഷൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമുക്കൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ആൻഡ് വി ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് എഫ് ഓഫ് 3 ആൻഡ് എഫ് ഓഫ് 5. f of 3 means that the value of the function when x equal to 3. So നമ്പർ ലൈനിൽ നമ്മൾ x equal to 3 എന്ന പോയിന്റ് ലൊക്കേറ്റ് ചെയ്യുന്നു. ആ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y വാല്യൂ എന്താണ് എന്ന് അറിയണമെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് ഗ്രാഫിലേക്ക് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ, അതായത് ഒരു പെർപെൻഡിക്കുലർ ലൈൻ, പെർപെൻഡിക്കുലർ ടു എക്സ് ആക്സിസ് ആയിട്ടുള്ള ഒരു ലൈൻ വരയ്ക്കുന്നു. ആ പോയിന്റ് XY എന്ന പോയിന്റാണ്. ആ പോയിന്റിന് കറസ്പോണ്ടിങ് ആയുള്ള y വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. സോ അതായത് ആ പോയിന്റിൽ നിന്ന് വൈ ആക്സിസിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ ഈ പോയിന്റ് ആയിരിക്കും 3 എന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയുള്ള വൈ വാല്യൂ ആയിട്ട് വരുന്നത്. അതായത് 3 എന്ന പോയിന്റിലെ വൈ വാല്യൂ എന്ന് പറയുന്നത് ഈ കാണുന്ന ഹൈറ്റ് ആണ്, ഈ കാണുന്ന ഡിസ്റ്റൻസ് ആണ്. അതേ ഡിസ്റ്റൻസ് തന്നെയാണ് നമുക്ക് ഇവിടെ ലഭിക്കുക ഈ പോയിന്റിൽ നിന്ന് വൈ ആക്സിസിലേക്ക് നമ്മൾ പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ. സോ എഫ് ഓഫ് 3 ഈസ് ദ പോയിന്റ് 2 ഹിയർ. അതുപോലെ എഫ് ഓഫ് 5 നമുക്ക് കാണണമെങ്കിൽ നമ്പർ ലൈനിൽ എക്സ് ആക്സിസിൽ 5 എന്ന പോയിന്റ് എടുക്കുന്നു. ആ പോയിന്റിൽ നിന്ന് ഗ്രാഫിലേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ആ പോയിന്റിൽ നിന്ന് വൈ ആക്സിസിലേക്ക് വീണ്ടും പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ഈ പോയിന്റ് ആയിരിക്കും എഫ് ഓഫ് 5 ആയിട്ട് വരുന്നത്. സോ എഫ് ഓഫ് 5 ഈസ് ഈക്വൽ ടു 3. നോ വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് 3 എഫ് ഓഫ് 3 ഫ്രം ദ എക്സ് ആക്സിസ്? ഇവിടെ എഫ് ഓഫ് 3 കണ്ടുപിടിക്കണമെങ്കിൽ 3 എന്ന പോയിന്റിൽ നിന്ന് ഗ്രാഫിലേക്ക് നമ്മളൊരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുന്നു. ഈ കാണുന്ന ലൈനിൻ്റെ, അതായത് ഈ ഒരു പോയിന്റിന് കറസ്പോണ്ടിങ് ആയുള്ള വൈ വാല്യൂ, ആ പോയിന്റ് വൈ വാല്യൂ അറിയണമെങ്കിൽ നമ്മൾ ഈ പോയിന്റിൽ നിന്ന് വൈ ആക്സിസിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. സോ ഈ കാണുന്ന ലെങ്ത് തന്നെയായിരിക്കും ഇവിടെയുള്ള ഈ ലെങ്ത് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ലെങ്ത് ഇസ് ഹിയർ, ദിസ് പോയിന്റ് കറസ്പോണ്ടിങ് ടു ദിസ് പോയിന്റ് ഇസ് -2. സോ ആക്ച്വലി ദിസ് ഇസ് ദ പോയിന്റ് 3, -2. സോ എഫ് ഓഫ് 3 ഈക്വൽ ടു -2. ലൈക്ക്വൈസ് എഫ് ഓഫ് 5 കാണണമെങ്കിൽ 5 എന്ന പോയിന്റിൽ നിന്ന് ഗ്രാഫിലേക്ക് നമ്മൾ പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുന്നു, പെർപെൻഡിക്കുലർ ടു എക്സ് ആക്സിസ് ആയുള്ള ലൈൻ വരയ്ക്കുന്നു. ആ പോയിന്റിൽ നിന്ന് വൈ ആക്സിസിലേക്ക് പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഈ പെർപെൻഡിക്കുലർ വൈ ആക്സിസിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് 3 ആയിരിക്കും എഫ് ഓഫ് 5 എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ദ പോയിന്റ് ആക്ച്വലി 5, 3. Now what is the distance of the point 3 f of 3 from the x axis? The point 5 f of 5 from the x axis. 3 f of 3 എന്ന് പറയുന്നത്
3 എന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഗ്രാഫിലേക്ക് പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ അത് മീറ്റ് ചെയ്യുന്ന ആ പോയിൻ്റാണ് 3f(3) എന്ന പോയിന്റ്. 3f(3) എന്ന പോയിന്റിൽ നിന്ന് എക്സ് ആക്സിസിലേക്ക് എത്ര ഡിസ്റ്റൻസ് ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ കാണുന്ന പോയിന്റ് ഇവിടെ കറസ്പോണ്ടിങ് ആയുള്ള y വാല്യൂ -2 ആണെങ്കിലും ഡിസ്റ്റൻസ് നമ്മൾ പറയുന്ന സമയത്ത് പോസിറ്റീവ് നമ്പർ ആയിട്ടാണ് പറയേണ്ടത്. സോ ഡിസ്റ്റൻസ് ഈസ് ഹിയർ 2. ആൻഡ് ഹിയർ വാട്ട്സ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ് 5 f(5) and the x-axis. The distance here is actually 3. Now we have to find the domain of this function and range of the function. ഈ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു പോയിന്റിലാണ്. ഈ പോയിന്റിന് കറസ്പോണ്ടിങ് ആയുള്ള എക്സ് വാല്യൂ -1 ആണ്. ഇത് ഗ്രാഫിൽ ഇവിടെ ഡാർക്ക് പോയിന്റ് കാണിച്ചിരിക്കുന്നത് കൊണ്ട് -1 കൂടെ ഉൾപ്പെടെയാണ് നമ്മളെ ഡൊമെയിൻ നിൽക്കുന്നത് എന്നർത്ഥം. സോ ഡൊമെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് -1ലാണ്. ദെൻ എക്സ് വാല്യൂ വേരി ചെയ്തിട്ട് എക്സാക്ട്ലി 7 ആവുന്നത് വരെയാണ് ഈ ഗ്രാഫ് വരച്ച് കാണുന്നത്. സോ ഈ ഫംഗ്ഷൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് -1 എന്ന ക്ലോസ്ഡ് ഇൻ്റർവൽ ആയിരിക്കും. ഇവിടെ ഡാർക്ക് പോയിന്റ് ആയിട്ട് കാണിച്ചത് കൊണ്ട് -1ഉം 7ഉം ഇവിടെ ഉൾപ്പെടുന്നുണ്ട് എന്നർത്ഥം. സോ ഡൊമെയിൻ ഓഫ് എഫ് ഇസ് ക്ലോസ്ഡ് ഇൻ്റർവൽ -1, 7. ആൻഡ് ഹൗ ക്യാൻ വി ഫൈൻഡ് ദ റേഞ്ച് ഓഫ് ദ ഫംഗ്ഷൻ? ഫോർ ദാറ്റ് വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് y which is minimum corresponding to this function, and we have to find the maximum y corresponding to this function. And what is the minimum value of y here? ഗ്രാഫ് നോക്കിയാൽ നമുക്കറിയാം ഗ്രാഫിൻ്റെ ഏറ്റവും താഴെയുള്ള പോയിന്റ് എവിടെയാണ് നിൽക്കുന്നത് നോക്കാം. ഈ ഗ്രാഫ് മൊത്തം നോക്കിയാൽ ഏറ്റവും താഴെയുള്ള പോയിന്റാണ് ഈ പോയിന്റ്. ഇതിന് കറസ്പോണ്ടിങ് ആയുള്ള y വാല്യൂ ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. y വാല്യൂ ഇവിടെ -2 ആണ്. ഇനി ഗ്രാഫിൻ്റെ ഏറ്റവും ഉയർന്ന പോർഷൻ വരുന്നത് ഈ കാണുന്ന പോയിന്റിലാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y വാല്യൂ 7 ആണ്. So the range is actually closed interval -2, 7. Next example is sketch the graph of the function f of x equal to 1/x. What is the range of f? First we have to find the domain of the function. Domain കാണുന്ന മെത്തേഡ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. We consider the values of x for which 1/x gives us a real number. 1/x റിയൽ നമ്പർ അല്ലാതെ ഡിഫൈൻഡ് അല്ലാതെ വരുന്ന ഒരേ ഒരു കേസ് ഇവിടെ ഡിനോമിനേറ്റർ 0 ആവുന്ന കേസാണ്. അതായത് x=0 ആവുന്ന കേസ്. x=0 ആവുന്ന പോയിന്റ് ഒഴിച്ച് ബാക്കി എല്ലാം തന്നെ എഫ് ഓഫ് എക്സിൻ്റെ ഡൊമെയിനിൽ വരാവുന്ന പോയിന്റ്സ് ആണ്. സോ ഡൊമെയിൻ ഓഫ് എഫ് ഇസ് ഓപ്പൺ ഇൻ്റർവൽ -∞0 യൂണിയൻ 0 ഇൻഫിനിറ്റി. 0 എന്ന പോയിന്റ് മാത്രമേ റിയൽ ലൈനിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളൂ. Now we have to draw the graph of the function or sketch the graph of the function. ഇവിടെ ഡൊമെയിനിൽ ഇൻഫിനിറ്റ്ലി മെനി പോയിന്റ്സ് ഉള്ളത് കൊണ്ട് നമുക്ക് ഈ പോയിന്റ്സ് എല്ലാം തന്നെ കൺസിഡർ ചെയ്യാനാവില്ല. പക്ഷേ കുറച്ച് ഫൈനൈറ്റ്ലി മെനി പോയിന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ ഗ്രാഫ് എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കുകയാണ്. ഫോർ ദാറ്റ് വി ടേക്ക് ദ വാല്യൂസ് ഓഫ് എക്സ് ആക്സ് 1, 2, 3 എക്സെട്ര, ദെൻ 1/2, 1/3 എക്സെട്ര, ദെൻ -1, -1/2, -1/3 എക്സെട്ര, -1, -2, -3 എക്സെട്ര. അതായത് 0 എന്ന പോയിന്റിനോട് അടുപ്പിച്ചുള്ള കുറച്ച് പോയിന്റ്സ് നമ്മളിവിടെ കൺസിഡർ ചെയ്യാണെന്ന് അർത്ഥം. സോ x=0 ആവുന്ന സമയത്ത് നമുക്ക് നോക്കേണ്ടതില്ല, കാരണം നമ്മൾ ഡൊമെയിനിൽ x=0 വരുന്നില്ല. ഡൊമെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 0ൻ്റെ തൊട്ടടുത്തുള്ള നമ്പർ റിയൽ നമ്പർ ഏതാണോ അത് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു റിയൽ നമ്പർ കണ്ടുപിടിക്കാനാവില്ല. ദർ ആർ ഇൻഫിനിറ്റ്ലി മെനി റിയൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 0 and 1. സോ നമ്മളിവിടെ ഫൈനൈറ്റ്ലി മെനി കുറച്ച് റിയൽ നമ്പേഴ്സ് ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, കൺസിഡർ ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുത്തിട്ടുണ്ട്. സോ x=1 ആവുന്ന സമയത്ത് നമ്മുടെ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണെന്ന് നോക്കുമ്പം x1 ആകുമ്പോൾ y 1/1 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 1. സോ നമ്മളിവിടെ നമ്പർ ലൈനിൽ ഈ ഒരു പോയിന്റ് 1 എന്ന പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഇനി x2 ആവുന്ന സമയത്ത് y വാല്യൂ 1/2 ആണ്. സോ ഈ കാണുന്ന പോയിന്റ് ആക്ച്വലി 1/2 എന്ന പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തു. x3 ആവുന്ന സമയത്ത് ഫംഗ്ഷൻ്റെ വാല്യൂ 1/3 എന്ന് വരും. സോ ഈ കാണുന്ന പോയിന്റ്, സോ ദിസ് ഇസ് 2 1/2 ആൻഡ് ദിസ് പോയിന്റ് ഇസ് 3 1/3 ആൻഡ് ഈ കാണുന്ന പോയിന്റ് 4 1/4. 4 ആവുന്ന സമയത്ത് ഫംഗ്ഷൻ്റെ വാല്യൂ 1/4 ആണ്, എക്സെട്ര. അപ്പോൾ നമുക്ക് ഏകദേശം ഈ ലൈനിൻ്റെ ഈ ഒരു കേർവിൻ്റെ ടെൻഡൻസി, പോയിൻറ്റ്സിൻ്റെ ടെൻഡൻസി എങ്ങനെയാണ് വരുന്നത് എന്ന് മനസ്സിലായി. ഈ കാണുന്ന പോയിൻറ്റ്സ് ചേർത്ത് വരച്ചു കഴിഞ്ഞാൽ എക്സാക്ട്ലി നമുക്ക് ഇത്തരത്തിലൊരു കേർവ് ഫോമിലുള്ള ഫംഗ്ഷന് നമുക്ക് ലഭിക്കും, വരയ്ക്കാനാവും. ഇനി ഈ 1 മുതലുള്ള പോയിന്റ്സ് മാത്രം നമുക്ക് കൺസിഡർ ചെയ്താൽ പോരാ, 0ൻ്റെ അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് ഫംഗ്ഷൻ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ 1/2 1/3 1/4 അതുപോലുള്ള വാല്യൂസ് കൺസിഡർ ചെയ്യാൻ പോവാണ്. സോ x=1/2 എന്ന പോയിന്റ് ഇവിടെയാണ് വരുന്നത്. x 1/2 ആവുന്ന സമയത്ത് എന്തായിരിക്കും y വാല്യൂ വരുന്നത്? y = 1 / 1/2 എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു 2.
സോ എക്സ് 1/2 ആവുന്ന സമയത്ത് വൈ വാല്യൂ വരുന്നത് 2 ആണ്. സോ ദിസ് ഈസ് ദ പോയിന്റ് ഹിയർ 1/2, 2. ലൈക്ക്വൈസ് വെൻ എക്സ് ഈക്വൽ ടു 1/3 എന്ന് പറഞ്ഞ പോയിന്റ് എവിടെയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് വരുന്ന പോയിന്റ് 3 ആണ്. സോ വി ഹാവ് 1/3 3. അതുപോലെ 1/4 4. സോ ഇതുപോലെ കുറച്ച് ഫൈനൈറ്റ്ലി മെനി പോയിന്റ്സിൽ നമ്മൾ ഫംഗ്ഷൻ വാല്യൂ ഗ്രാഫിൽ മാർക്ക് ചെയ്ത ശേഷം ആ വാല്യൂസ് എല്ലാം കൂടെ ജോയിൻ ചെയ്യുന്ന ഒരു സ്മൂത്ത് ആർക്ക് നമ്മൾ വരയ്ക്കുന്നു. അതായത് ബെൻഡിങ് പോയിന്റ്സ് ഒന്നും വരാത്ത രീതിയിൽ സ്മൂത്തായിട്ട് നമ്മളൊരു ആർക്ക് വരയ്ക്കുകയാണെങ്കിൽ ദിസ് വിൽ ബി ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ വെൻ വി കൺസിഡർ ദ പോയിന്റ്സ് ഫ്രം പോയിന്റ്സ് ഗ്രേറ്റർ ദാൻ 0 ടു ഇൻഫിനിറ്റി. ഇനി നമ്മൾ ഡൊമെയിനിൽ 0 ടു ഇൻഫിനിറ്റി വരെയുള്ള പോയിന്റ്സ് എല്ലാം തിരിച്ച് 0 ടു -ഇൻഫിനിറ്റി മുതൽ 0 വരെയുള്ള പോയിന്റ്സ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ നമ്മൾ -1 -2 -3 എക്സെട്ര പോയിന്റ്സ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കിവിടെ പോയിന്റ്സ് മാർക്ക് ചെയ്യാം. -1/2 -1/3 -1/4 എക്സെട്ര പോയിന്റ്സ് ഇവിടെ മാർക്ക് ചെയ്ത് കിട്ടും. എല്ലാം കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദിസ് ആർക്ക്. So here this is the graph of the function f of x equal to 1/x or y equal to 1/x. ഇതാണ് ഒരു ഫംഗ്ഷൻ്റെ ഫോർമുല തന്നിരുന്നാൽ അത് ഉപയോഗിച്ചുകൊണ്ട് ഗ്രാഫ് വരയ്ക്കുന്ന മെത്തേഡ്. ഒരു ഗ്രാഫ് തന്നിരുന്നാൽ ഈ ഫംഗ്ഷൻ്റെ ഒരുപാട് പ്രോപ്പർട്ടീസ് നമുക്കിത് നോക്കി മനസ്സിലാക്കാനാവും. ഈ ഗ്രാഫ് തന്നിരുന്നാൽ തന്നെ, അതായത് ഫംഗ്ഷൻ്റെ ഫോർമുല തരാതെ നമുക്ക് ഗ്രാഫ് മാത്രമേ തന്നിട്ടുള്ളൂ എന്ന് വിചാരിക്കാം. ആ ഒരു മെത്തേഡ് ഉപയോഗിച്ചാണ് തൊട്ട് മുമ്പത്തെ എക്സാമ്പിളിൽ നമ്മൾ ആ ഗ്രാഫിൻ്റെ പ്രോപ്പർട്ടീസ് എഴുതിയത്. ഈ ഗ്രാഫ് ഇങ്ങനെ തന്നിരുന്നാൽ തന്നെ നമുക്ക് ഈ ഗ്രാഫിൻ്റെ ഡൊമെയിൻ എഴുതാനാവും. ഡൊമെയിൻ ഇസ് -∞ ടു +∞ ഹിയർ. പക്ഷേ ഡൊമെയിനിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഗ്രാഫ് പ്രകാരം എക്സ് ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് ഫംഗ്ഷൻ വാല്യൂ ഇവിടെ വരുന്നില്ല. ഈ രണ്ട് ലൈൻസും ഇൻഫിനിറ്റിയിലേക്ക് ടച്ച് ചെയ്യാണ്. ദീസ് ടു കർവ്സ് മീറ്റ് ദ y ആക്സിസ് അറ്റ് ഇൻഫിനിറ്റി ഓൺലി. സോ ദർ ഈസ് നോ y value corresponding to 0. So ഡൊമെയിനിൽ നിന്ന് നമ്മൾ ഈ ഗ്രാഫ് പ്രകാരം നമ്മൾ 0 ഒഴിവാക്കുന്നു. ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൾ അതർ പോയിന്റ്സ് ഫ്രം -∞ ടു ഇൻഫിനിറ്റി. ആൻഡ് വാട്ട് അബൌട്ട് ദ റേഞ്ച് നോക്കണമെങ്കിൽ നമ്മൾ ഈ ഫംഗ്ഷന് വരാവുന്ന ഏറ്റവും ചെറിയ വാല്യൂ ആയിരുന്നു കൺസിഡർ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ഈ ഗ്രാഫ് ഇങ്ങനെ -∞ പോകുന്നത് കൊണ്ട് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം -∞ ആൻഡ് അപ്പർ എൻഡ് പോയിന്റ് വരുന്നത് അഗെയിൻ +∞ പോകുന്നത്. സോ ദ റേഞ്ച് ഇസ് -∞ ടു +∞. പക്ഷേ ഇവിടെയും ഈ കേർവ് ഒരിക്കലും y ആക്സിസിനെ മീറ്റ് ചെയ്യുന്നില്ല. ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഈ കേർവ് ഒരിക്കലും y ആക്സിസിനെ മീറ്റ് ചെയ്യില്ല. എത്രത്തോളം 0ൻ്റെ അടുത്തേക്കുള്ള നമ്പർ നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയുള്ള y വാല്യൂ നമുക്ക് ഒരിക്കലും 0 ആയിട്ട് ലഭിക്കില്ല. സോ റേഞ്ചിൽ നിന്ന് നമുക്ക് 0 എന്ന പോയിന്റ് മാത്രം ഇവിടെയും ഒഴിവാക്കേണ്ടി വരും. സോ റേഞ്ച് ഓഫ് f is again -∞ 0 യൂണിയൻ 0 ഇൻഫിനിറ്റി. Now consider the equation y² = x. It's an equation connecting the variables x and y. Whether it represents a function, ഒരു ഇക്വേഷൻ തന്നിരുന്നാൽ, എക്സും വൈയും ഉൾപ്പെടുന്ന ഒരു ഇക്വേഷൻ തന്നിരുന്നാൽ അതൊരു ഫംഗ്ഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? തന്നിരിക്കുന്ന ഇക്വേഷൻ്റെ ഗ്രാഫ് ഉപയോഗിച്ചുകൊണ്ട് ആ ഇക്വേഷൻ ഒരു ഫംഗ്ഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനുള്ള ഒരു ടെസ്റ്റാണ് വെർട്ടിക്കൽ ലൈൻ ടെസ്റ്റ്. Here y² = x means y equal to ±√x. ഒരു ഇക്വേഷൻ ഒരു ഫംഗ്ഷൻ ആവണമെങ്കിൽ കണ്ടീഷൻ നമുക്കറിയാം. എക്സിന് ഒരു പർട്ടിക്കുലർ വാല്യൂ നമ്മൾ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു y വാല്യൂ ഉണ്ടായിരിക്കണം. എക്സാക്ട്ലി ഒരു y വാല്യൂ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഇവിടെ നമ്മൾ എക്സിന് 4 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്ന് വിചാരിക്കാം. ഈ ഇക്വേഷൻ പ്രകാരം x 4 ആണെങ്കിൽ y നമുക്ക് ±√4 ദാറ്റ് ഈസ് ±√2 ±2 രണ്ട് കറസ്പോണ്ടിങ് വാല്യൂസ് വൈക്ക് ലഭിക്കുന്നു. സോ ഈച്ച് പോസിറ്റീവ് വാല്യൂ ഓഫ് എക്സ് ഇസ് അസോസിയേറ്റഡ് വിത്ത് 2 വാല്യൂസ് ഓഫ് വൈ. 3 എന്ന നമ്പർ എടുക്കുകയാണെങ്കിൽ -3 ആൻഡ് +3 ബോത്ത് ആർ ദ പോസിബിൾ വാല്യൂസ് ഓഫ് വൈ. So here the function here the equation represented by y² = x is not a function. ഇവിടെ y² = x എന്ന ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫാണ് തന്നിരിക്കുന്നത്. നമുക്കറിയാം y² = 4ax എന്ന ജനറൽ ഫോം ഒരു പരാബോളയാണ് സൂചിപ്പിക്കുന്നത്. സോ ഹിയർ y² = x is a parabola which is drawn here. സോ ഇവിടെ എക്സിന് ഒരു പർട്ടിക്കുലർ വാല്യൂ 3 നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ വൈക്ക് കിട്ടാവുന്ന വാല്യൂസ് √3 -√3 ആണ്. സോ കറസ്പോണ്ടിങ് ടു ഈച്ച് വാല്യൂ ഓഫ് പോസിറ്റീവ് വാല്യൂ ഓഫ് എക്സ് ദർ ആർ 2 കറസ്പോണ്ടിങ് വാല്യൂസ് ഫോർ വൈ. അത് ഗ്രാഫിലൂടെ നമ്മൾ എളുപ്പത്തിൽ തിരിച്ചറിയുന്നത് 3 എന്ന പോയിന്റിൽ നമ്മളൊരു പെർപെൻഡിക്കുലർ ലൈൻ, എക്സ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയുള്ള ഒരു വെർട്ടിക്കൽ ലൈന് വരച്ച സമയത്ത് ആ ലൈന് ഗ്രാഫിന് 2 ഡിഫറെൻറ്റ് പോയിൻറ്റ്സിൽ കട്ട് ചെയ്ത് കടന്നു പോകുന്നു.
That means that corresponding to this value x equal to 3, there are two values for y. So this is not a function. Function ആണെങ്കിൽ ഒരു corresponding value, ഒരു value of x ന് corresponding ആയിട്ട് ഒരു y value മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഇവിടെ രണ്ട് y values ഉണ്ട്. സോ ഒരു ഗ്രാഫ്, ഒരു റിലേഷൻ്റെ അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ്റെ ഗ്രാഫ് നമുക്ക് തന്നിരുന്നാൽ എക്സ് ആക്സിസിലുള്ള ഏതെങ്കിലും ഒരു വേർട്ടിക്കൽ ലൈൻ ആ ഗ്രാഫിന് രണ്ട് ഡിഫറെൻറ്റ് പോയിൻറ്റ്സിൽ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇക്വേഷൻ ഇസ് നോട്ട് എ ഫംഗ്ഷൻ. So the vertical line test says that a curve in the xy plane is the graph of a function f defined by the equation y equal to f of x if and only if no vertical line intersects the curve at more than one point. ഒരു വെർട്ടിക്കൽ ലൈനും എക്സ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയുള്ള ഒരു ലൈന് പോലും കർവിന് രണ്ട് ഡിഫറെൻറ്റ് പോയിൻറ്റ്സിൽ അല്ലെങ്കിൽ മോർ ദാൻ വൺ പോയിൻറ്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ മാത്രമേ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന ഇക്വേഷൻ ഒരു ഫംഗ്ഷനെ റെപ്രസെൻറ്റ് ചെയ്യുകയുള്ളൂ. ഹിയർ ദ ഗ്രാഫ് ഡ്രോൺ ഹിയർ ഇസ് എ ഫംഗ്ഷൻ ബിക്കോസ് wherever you draw a vertical line to x-axis, it cut the graph of the function at exactly one point. Therefore, this is the graph of a function. This is not a graph of the function because when we draw a vertical line here to the x-axis, then you may see that the line intersects the curve at three different points. Therefore, this is not the graph of a function. Now we have another definition, piecewise defined functions. In certain situations, a function is defined by several equations, each valid over a certain portion of the domain of the function. കഴിഞ്ഞ പ്രോബ്ലം സോൾവിങ് സെഷനിൽ ഫംഗ്ഷൻ്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യുന്ന ഭാഗത്ത് നമ്മൾ ഡൊമെയിനിന് ഡിഫറെൻറ്റ് പോർഷൻസ് ആയിട്ട് തിരിച്ചുകൊണ്ട് ഓരോ പോർഷനിലും ഫംഗ്ഷൻ്റെ വാല്യൂ ഇന്നതായിരിക്കണം എന്ന രീതിയിലുള്ള പ്രോബ്ലംസ് നമ്മൾ ചെയ്തിരുന്നു. അതുപോലെയുള്ള ഫംഗ്ഷൻസിനെയാണ് ആക്ച്വലി പീസ് വൈസ് ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് വിളിക്കുന്നത്. An example is given here, f of x equal to modulus of x. What do you mean by modulus of a real number? If the number x is positive, that is for example modulus of 2, it is equal to 2 itself. So mod x equal to x itself if x is positive, that is if x is greater than or equal to 0. And what happens if we take x as negative, that is modulus of minus 2, actually it is equal to 2 and actually it is minus of minus 2 which is equal to 2. So we have to take the negative of the number inside the modulus if the number is itself negative. So we have mod x equal to negative x if x is less than 0. x less than 0 ആണെങ്കിൽ ഓൾറെഡി അത് നെഗറ്റീവ് ആണ്. ദെൻ നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് എടുക്കുമ്പം ഇവിടെ ലഭിക്കുന്ന ക്വാണ്ടിറ്റി പോസിറ്റീവ് ആയിട്ട് മാറും. സോ എല്ലായ്പ്പോഴും മോഡ് എക്സ് കിട്ടുന്നത് ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. So we have mod x equal to x if x greater than or equal to 0 and negative x if x less than 0. So here mod x is a piecewise defined function. കാരണം ഇതിലുള്ള ഡൊമെയിൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി വരെയുള്ള റിയൽ ആക്സിസ് മുഴുവനായിട്ടുണ്ട്. ആ റിയൽ ആക്സിസിനെ നമ്മൾ രണ്ട് ഭാഗങ്ങളായിട്ട് ഇവിടെ സെപ്പറേറ്റ് ചെയ്തു. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവുന്ന ഈ പോസിറ്റീവ് പാർട്ടും എക്സ് ലെസ് ദാൻ 0 ആവുന്ന പാർട്ടും. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് മോഡ് എക്സിൻ്റെ വാല്യൂ എക്സ് എന്നാണ്. അതായത് നമ്മൾ ഗ്രാഫ് വരയ്ക്കേണ്ടത് y ഈക്വൽ ടു എക്സ് എന്ന ലൈനാണ് നമ്മൾ വരയ്ക്കേണ്ടി വരിക. y ഈക്വൽ ടു എക്സ് എന്നത് ഇറ്റ്സ് എ സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദ ഒറിജിൻ. ഓക്കെ, സോ ഹിയർ ദ ആംഗിൾ ഹിയർ വിൽ ബി 45 ഡിഗ്രി. ആ രീതിയിലുള്ള ഒരു ലൈനാണ് y ഈക്വൽ ടു എക്സ് വരിക. ഇനി എക്സ് ലെസ് ദാൻ 0 ആവുന്ന സമയത്ത് നമ്മൾ വരയ്ക്കേണ്ട ലൈന് y ഈക്വൽ ടു നെഗറ്റീവ് എക്സ് എന്ന ലൈനാണ്. സോ ദാറ്റ് ഈസ് ഹിയർ ഡ്രോൺ ഹിയർ ഇറ്റ് ഈസ് y ഈക്വൽ ടു നെഗറ്റീവ് എക്സ്. നമ്മൾ നോക്കിയാൽ അറിയാം എക്സിന് നമ്മൾ -1 എന്ന വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ y വാല്യൂ കിട്ടുക -1 ദാറ്റ് ഈസ് +1 ആണ്. സോ ഇവിടെ വരും. സോ എക്സിന് -2 കൊടുത്തു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ട് ഈ വാല്യൂ 2 എന്ന വാല്യൂ ആയിരിക്കും ഇവിടെ വരുന്നത്. സോ അത്തരത്തിൽ നമ്മൾ പോയിന്റ്സ് ജോയിൻ ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ y ഈക്വൽ ടു -x. സോ y ഈക്വൽ ടു എക്സ് എന്ന ഈ ലൈനും y ഈക്വൽ ടു -x എന്ന ഈ ലൈനും രണ്ടും കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ മോഡ് എക്സ് എന്ന ഫംഗ്ഷൻ f ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് എന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇവിടെ വരുന്നത്. So here the function y equal to f of x equal to mod x is a piecewise defined function because here the function is defined by several equations. രണ്ട് equations ഉപയോഗിച്ചിട്ടാണ് function define ചെയ്തിരിക്കുന്നത് and each equation is valid over a certain portion of the domain of the function. Here we have another example. Sketch the graph of the function f of x equal to x if x less than 1 and 1/4 x square minus 1 if x greater than or equal to 1.
റിയൽ ലൈനിൽ എക്സ് ഈക്വൽ ടു 1 എന്ന പോയിന്റ് വെച്ചിട്ട് നമ്മൾ ഡൊമെയിനെ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്തു. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആവുന്ന ഒരു പോർഷനും എക്സ് ലെസ് ദാൻ 1 ആവുന്ന ഒരു പോർഷനും. എക്സ് ലെസ് ദാൻ 1 ആവുന്ന സമയത്ത് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എക്സ് ആണ്. അതായത് വൈ ഈക്വൽ ടു എക്സ് എന്ന ഒരു ഗ്രാഫാണ് നമ്മൾ ഈ പോർഷനിൽ എക്സ് ലെസ് ദാൻ 1 ആവുന്ന പോർഷനിൽ വരയ്ക്കേണ്ടി വരിക. ആ ഗ്രാഫാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ദിസ് ഈസ് ആക്ച്വലി ഈക്വൽ ടു വൈ ഈക്വൽ ടു എക്സ്. വൈ ഈക്വൽ ടു എക്സ് എന്ന ലൈന് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഈ നെഗറ്റീവ് ഇൻഫിനിറ്റിയിലേക്ക് ഈ എക്സ് നെഗറ്റീവ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നതിനനുസരിച്ച് വൈ വാല്യൂ നെഗറ്റീവ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു. ഈ ലൈന് ഇങ്ങോട്ട് എത്ര വേണമെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യാം. പക്ഷേ മുകളിലേക്കുള്ള എക്സ്റ്റൻഷൻ വരുന്നത് എക്സ് ഈക്വൽ ടു എക്സ് സ്ട്രിക്ട്ലി ലെസ് ദാൻ 1 ആവുന്ന ആ പോയിന്റ് വരെ മാത്രമേ നമ്മളുടെ ലൈന് മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആക്ച്വലി എക്സ് ഈക്വൽ ടു 1 ആവുന്ന സമയത്ത് വാല്യൂ മാറുന്നുണ്ട്. അതുകൊണ്ട് എക്സ് ഈക്വൽ ടു 1 ഈ ലൈൻ എത്തുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മളൊരു ഹോളോ പോയിന്റ് പോലെ ഇട്ട് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഒരു സർക്കിൾ പോലെ ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ ഉദ്ദേശിക്കുന്നത് എക്സ് ഈക്വൽ ടു 1 ആവുന്ന പോയിന്റ് ഈ ലൈനിൽ കറസ്പോണ്ടിങ് പോയിന്റ് ഓഫ് വൈ ഇത് ഈ പോയിന്റിൽ വരുന്നില്ല എന്നാണ്, ലൈനിൽ വരുന്നില്ല എന്നാണ്. സോ വൈ ഈക്വൽ ടു എക്സ് എന്ന പോർഷൻ നമ്മളിവിടെ വരച്ചു. ഇനി എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആവുന്ന സമയത്ത് ഇതാണ് 1/4 എക്സ് സ്ക്വയർ മൈനസ് 1 ആണ് നമ്മളുടെ ഫംഗ്ഷൻ. സോ നമുക്ക് ഗ്രാഫ് എങ്ങനെ വരും എന്ന് അറിയില്ലാത്തത് കൊണ്ട് നമ്മൾ ഈ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആവുന്ന പോയിന്റ്സ് വെച്ചിട്ട് ഇവിടെ ഒരു ടേബിൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. എക്സിന് 1, 2, 3, 4 എക്സെട്ര വാല്യൂസ് കൊടുക്കുന്ന സമയത്ത് വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. എക്സ് 1 ആകുമ്പോൾ വൈ -3/4 ആണ്. എക്സ് 2 ആകുമ്പം ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. 2 സ്ക്വയർ ഇസ് 4, 4/4 ഇസ് 1, 1 - 1 ഇസ് 0. എക്സ് 3 ആകുമ്പോൾ 5/4, എക്സ് 4 ആകുമ്പോൾ 3 എക്സെട്ര. സോ ഈ കാണുന്ന പോയിന്റ്സ് നമ്മൾ ഈ കാണുന്ന കാർട്ടീഷ്യൻ പ്ലെയിനിൽ മാർക്ക് ചെയ്യുക. ഫസ്റ്റ് പോയിന്റ് 1 -3/4 എന്ന പോയിന്റാണ്. അതാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. 1 -3/4 ഈ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തു. ഈ പോയിന്റ് ആക്ച്വലി എക്സ് ഈക്വൽ ടു 1 ആവുന്ന സമയത്ത് ഈ പോർഷനിൽ വരുന്ന ഭാഗമാണിത്. സോ ഈ പോയിന്റ് ഗ്രാഫിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഡാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ സർക്കിൾ. ദെൻ എക്സ് 2 ആവുന്ന സമയത്ത് വൈ വാല്യൂ 0 ആണ്. അതാണ് ഈ പോയിന്റ് എക്സ് ഈക്വൽ ടു 2 വൈ ഈക്വൽ ടു 0 എന്ന പോയിന്റ്. ദെൻ എക്സ് ഈക്വൽ ടു 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ പോയിന്റ്. അപ്പോൾ ഈ പോയിന്റ്സ് ആണ് നമ്മളിത് ഗ്രാഫ് വരയ്ക്കുമ്പം ഈ കാണുന്ന പോയിന്റ്സ് ആണ് ആദ്യം മാർക്ക് ചെയ്ത് വെക്കുന്നത്. എക്സ് 2 ആവുന്ന സോ ദിസ് ഇസ് 2, 3 എക്സെട്ര. എക്സ് 2 ആവുന്ന സമയത്ത് വൈ വാല്യൂ 0 ദിസ് ഇസ് 1, 2, 3, 4 എക്സെട്ര. 2 ആവുന്ന സമയത്ത് വൈ വാല്യൂ 0 ആണ്. 3 ആവുമ്പോൾ വൈ വാല്യൂ വരുന്നത് -5/4 ആണ്. ഏകദേശം ഗ്രാഫ് നോക്കി മാർക്ക് ചെയ്താൽ മതി. എക്സ് 4 ആവുന്ന സമയത്ത് വൈ വാല്യൂ വരുന്നത് 3 ആണ്. സോ ഇറ്റ് ഈസ് 1, 2, 3 ഈ ഒരു പോയിന്റ് വരും. അതിനുശേഷം ഈ കാണുന്ന നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റ്സ് എല്ലാം കൂടെ ചേർന്നിട്ട് നമ്മളിങ്ങനെ ഒരു സ്മൂത്ത് ആർക്ക് വരച്ചു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ദ ഗ്രാഫ് ഓഫ് ദ കറസ്പോണ്ടിങ് ഫംഗ്ഷൻ. സോ ഹിയർ നമുക്ക് ഗ്രാഫ് നോക്കിയാൽ അറിയാം ഗ്രാഫ് ആക്ച്വലി ഇടയ്ക്ക് വെച്ച് സ്പ്ലിറ്റ് ചെയ്ത് നിൽക്കുന്ന കണക്റ്റഡ് അല്ലാതെ നിൽക്കുന്ന ഒരു ഗ്രാഫാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ -∞ തൊട്ട് ഇൻഫിനിറ്റി വരെയുള്ള ഏത് പോയിന്റിലും ഗ്രാഫിൻ്റെ വാല്യൂ നമുക്ക് ഈ കാണുന്ന ഗ്രാഫ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. കാരണം -∞ ടു 1 എത്തുന്നത് വരെ 1 എത്താൻ പാടില്ല 1 എത്തുന്നത് വരെയുള്ള പോർഷനിൽ വൈ ഈക്വൽ ടു എക്സ് എന്ന ഈ ഒരു ലൈനാണ് വരുന്നത്. 1 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള പോർഷനിൽ ഈ കാണുന്ന കർവിനനുസരിച്ചാണ് ഗ്രാഫിൻ്റെ വാല്യൂ മൂവ് ചെയ്യുന്നത്. So this is actually an example of a piecewise defined function. Another definition is that of an even and odd functions. A function f satisfying the relation f of -x equal to f of x for every x in its domain is called an even function. The graph of an even function is symmetric with respect to the y-axis. നമുക്കൊരു എക്സാമ്പിളിലൂടെ ആദ്യം കടന്നു പോവാം. Consider the function f of x equal to x square. ഈ കാണുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ എക്സിന് ഒരു പെർട്ടിക്കുലർ വാല്യൂ 1 കൊടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് ആയിട്ട് വരുന്ന വാല്യൂ 1 തന്നെയാണ്. 1ൻ്റെ സ്ക്വയർ 1 തന്നെയാണ്. സോ ഈ കാണുന്ന പോയിന്റ് ഗ്രാഫിലുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും. എക്സിന് നിങ്ങൾ -1 കൊടുത്തു കഴിഞ്ഞാലും അതായത് -1ൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാലും 1 തന്നെയാണ് വരുന്നത്. സോ അപ്പോഴും ഫംഗ്ഷൻ്റെ വാല്യൂ 1 തന്നെയായിരിക്കും. എക്സിന് 2 കൊടുത്താലും എക്സിന് -2 കൊടുത്താലും രണ്ട് ഭാഗത്തും ആൻസർ ആയിട്ട് വൈ വാല്യൂ വരുന്നുണ്ടാവുക 4 ആണ്. സോ നമുക്കിവിടെ സംവർ ഹിയർ ഇറ്റ് ഈസ് ദ ക്വാണ്ടിറ്റി നമ്പർ പൊസിഷൻ 4 ഉള്ള ഈ പോയിന്റ് ആക്ച്വലി 2, 4 എന്ന് പറഞ്ഞ പോയിന്റാണ്. ഹിയർ ഇറ്റ് ഈസ് -2, 4 എന്ന് പറയുന്ന പോയിന്റാണ്. സോ നമ്മൾ ഇത്തരത്തിൽ ഒരു ഫംഗ്ഷന് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എഫ് ഓഫ് -എക്സിൻ്റെ വാല്യൂ ഒരുപോലെയാണ് വരുന്നതെങ്കിൽ ആ ഗ്രാഫ് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് അതായത് ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അതിന് മിറർ ഇമേജ് പോലെ ഇവിടെ ഒരു പോയിന്റ് ഉണ്ടാവണം. ഈ ഒരു പോയിന്റ് ഇവിടെ 2, 4 എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ടെങ്കിൽ അതിന് മിറർ ഇമേജ് പോലെ ഇവിടെ -2, 4 ഉണ്ടാവണം.
ജനറലായിട്ട് ഒരു എക്സ് വൈ എന്ന ഒരു പോയിന്റ് ഈ ഗ്രാഫിൽ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിന് മിറർ ഇമേജ് ആയിട്ട് നിൽക്കുന്ന വൈ ആക്സിസ് വെച്ചിട്ട് മിറർ ഇമേജ് പോലെ നോക്കിക്കഴിഞ്ഞാൽ -xy എന്ന് പറയുന്ന പോയിന്റാണ് ഈ പോയിന്റ്. സോ എക്സ് കൊടുത്താലും -x കൊടുത്താലും y വാല്യൂ കറക്റ്റായിട്ട് വൈയിൽ തന്നെ നിൽക്കുക, സെയിം ആയിട്ട് നിൽക്കുക. അത്തരം ഫംഗ്ഷൻസിനെയാണ് നമ്മൾ ഈവൻ ഫംഗ്ഷൻസ് എന്ന് വിളിക്കുന്നത്. സോ ഈവൻ ഫംഗ്ഷൻസിൻ്റെ ഈ പ്രത്യേകത പ്രകാരം നമ്മളിതിൻ്റെ ഒരു ഗ്രാഫായിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ വൈകളുടെ എക്സ് സ്ക്വയറിൽ 0 എന്ന പോയിന്റ് ഉണ്ടാവും, 0 0 എന്ന പോയിന്റ് ഉണ്ടാവും. ഇതിന് നമ്മളൊരു ഗ്രാഫാക്കി വരച്ച് കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് ഒരു വൈ ആക്സിസിന് സിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു കർവായിട്ടായിരിക്കും ആൻസർ നിൽക്കുക. എന്തുകൊണ്ടാണ്? ഈ റൈറ്റ് സൈഡിലുള്ള ഏതൊരു പോയിന്റ് എക്സ് പോസിറ്റീവ് ആവുന്ന ഏതൊരു പോയിന്റ് എടുത്താലും അതിന് മിറർ ഇമേജ് ആയിക്കൊണ്ട് ഈ കാണുന്ന -x നെഗറ്റീവ് പ്ലെയിനിൽ നെഗറ്റീവ് എക്സ് ആക്സിസിൻ്റെ കറസ്പോണ്ടിങ് ആയുള്ള പോയിന്റിൽ ഒരു പോയിന്റ് ഇവിടെ ഉണ്ടാവും. സോ നമ്മൾ ചേർത്ത് ഈ പോയിന്റ്സ് ചേർത്ത് ലൈൻസ് വരയ്ക്കുന്ന സമയത്ത് എല്ലായ്പ്പോഴും വൈ ആക്സിസിൻ്റെ മിറർ ഇമേജ് പോലെ നിൽക്കുന്ന രീതിയിലായിരിക്കും അതിൻ്റെ ഗ്രാഫ് നിൽക്കുന്നുണ്ടാവുക. അത്തരം ഫംഗ്ഷൻസിനെയാണ് നമ്മൾ ഈവൻ ഫംഗ്ഷൻസ് എന്ന് വിളിക്കുന്നത്. സോ ഈവൻ ഫംഗ്ഷൻസ് തിരിച്ചറിയാനുള്ള എളുപ്പ വഴിയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ആ ഗ്രാഫ് വൈ ആക്സിസിന് മിറർ ഇമേജ് പോലെയാണ് നിൽക്കുന്നതെങ്കിൽ, അടുത്ത വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ വൈ ആക്സിസിന് സിമെട്രിക്കൽ ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അത്തരം ഫംഗ്ഷൻസ് നമ്മൾ ഈവൻ ഫംഗ്ഷൻസ് ആണെന്ന് മനസ്സിലാക്കാം. ഇനി ഫംഗ്ഷൻ്റെ ഇക്വേഷൻ ആണ് തന്നിട്ടുള്ളെങ്കിൽ y = f(x) എന്ന ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ആ ഇക്വേഷൻ നമ്മൾ എക്സിന് പകരം -x എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആ സമയത്ത് f(-x)ഉം f(x)ഉം സെയിം വാല്യൂ തന്നെയാണ് വരുന്നതെങ്കിൽ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ദ ഫംഗ്ഷൻ ഇസ് ഈവൻ. സോ ഹിയർ f(x) = x² എന്ന ഫംഗ്ഷൻ ആണെങ്കിൽ f(-x) എന്ത് വരും? ഇറ്റ് ഈസ് -x² എന്നാണ് വരിക. ആക്ച്വലി ഇറ്റ് ഈസ് ഈക്വൽ ടു x² വിച്ച് ഇസ് ഈക്വൽ ടു f(x) ഇറ്റ്സെൽഫ്. ഓക്കെ, സോ ഇവിടെ f(-x) ഈക്വൽ ടു f(x) ആയതുകൊണ്ട് f is an even function. Now what will be the definition of an odd function? A function f satisfying the relation f(-x) equal to -f(x) for every x in its domain is called an odd function. For example, consider the function f(x) equal to x³. ഇവിടെ നമ്മൾ എക്സിന് പകരം -x എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ this equal to -x³ that is equal to -(x³) and this is actually equal to -f(x). So here f(-x) equal to -f(x). Such functions are called odd functions if it satisfies for all x in its domain. ഇത്തരം ഫംഗ്ഷൻസിൻ്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ വാല്യൂ എക്സിനെ നമ്മൾ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് വാല്യൂ ആണ് ഇവിടെ ഉള്ളതെന്ന് വിചാരിക്കാം. സോ ദിസ് ഇസ് ദ പോയിന്റ് x, കറസ്പോണ്ടിങ് വാല്യൂ y. ഇനി f(-x) കൊടുത്തു കഴിഞ്ഞാൽ -x എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ പോയിന്റിലാണ് വരുന്നത്. -x കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന y വാല്യൂ എന്ന് പറയുന്നത് -f(x) ആണ്. അതായത് ഇവിടെ y ആണെങ്കിൽ -y ആണ് വരേണ്ടത്. സോ കറസ്പോണ്ടിങ് ഗ്രാഫിലുള്ള പോയിന്റ് എന്ന് പറയുന്നത് -x -y എന്ന് വരും. ആ പോയിന്റ് ഏത് ക്വാഡ്രൻറ്റിൽ വരും? ഈ കാണുന്ന തേർഡ് ക്വാഡ്രൻറ്റിൽ ഈ കാണുന്ന ഹൈറ്റ് എന്താണോ അത്ര തന്നെ ഇങ്ങനെ താഴേക്ക് വരയ്ക്കേണ്ടി വരും. ദിസ് ഇസ് ദ പോയിന്റ് ആക്ച്വലി -x -y. സോ നമ്മൾ ഈ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഏതൊരു പോയിന്റ്, അതൊരു ഓഡ് ഫംഗ്ഷൻ ആണ് എങ്കിൽ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ നമ്മൾ ഏതൊരു പോയിന്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള -xൻ്റെ കറസ്പോണ്ടിങ് പോയിന്റ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഈ കാണുന്ന ഹൈറ്റ് y ആണെന്ന് വിചാരിക്കുക. സോ ഈ പോയിന്റ് ആണ് ഇപ്പം xy എന്ന പോയിന്റ് എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? -x, ഇതാണ് x എങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ നമ്മൾ -x മാർക്ക് ചെയ്യുന്നു. ദെൻ -y എടുക്കണം. ഈ കാണുന്ന ഹൈറ്റ് y ആണെങ്കിൽ അത്ര തന്നെ നമ്മൾ താഴേക്ക് എടുക്കേണ്ടി വരും. ആൻഡ് ദിസ് ഇസ് ദ പോയിന്റ് ആക്ച്വലി -x -y. സോ നമ്മൾ ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ നമ്മൾ ഗ്രാഫ് ഇങ്ങനെയാണ് എക്സ് പോർഷനിൽ വരുന്ന പോസിറ്റീവ് എക്സ് ആക്സിസിൽ ഇങ്ങനെയൊരു ഗ്രാഫാണ് നമുക്ക് കിട്ടിയിട്ടുള്ളതെങ്കിൽ അതിനെ തേർഡ് ക്വാഡ്രൻറ്റിലേക്ക് സിമെട്രിക് ആയിട്ട് വരയ്ക്കുന്ന രീതിയിലുള്ള ഒരു ഗ്രാഫായിരിക്കും നമുക്ക് തേർഡ് ക്വാഡ്രൻറ്റിൽ വരിക. അതായത് ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഈ ഒരു ഫോർമാറ്റിലുണ്ടാവും. നമ്മൾ ഈ ഒറിജിനിലൂടെ ഇത്തരത്തിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഈ ലൈനിന് സിമെട്രിക്കൽ ആയിട്ടായിരിക്കണം ഗ്രാഫിൻ്റെ രണ്ട് പോർഷൻസ് നിൽക്കുന്നത്. ഇവിടെ വരുന്ന പോർഷൻ എന്താണോ അതിൻ്റെ മിറർ ഇമേജ് എന്ന് പറയാൻ പറ്റില്ല, സിമെട്രിക്കൽ ആയിട്ട് എന്ന് പറയേണ്ടി വരും. ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന ഗ്രാഫ് ഇവിടെ എത്തിയപ്പോൾ നിങ്ങൾക്കറിയാം ഇത് ഈ തരത്തിലാണ് നിൽക്കുന്നത്. ഇറ്റ് ഈസ് ഷോൺ ഹിയർ വെരി ക്ലിയർലി. സോ എക്സ് വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ പോയിന്റ് XY എന്ന പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ട് -x -y എന്ന പോയിന്റാണ് ഇവിടെ വരുന്നത്. സോ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ആ ഗ്രാഫ് ഇത്തരത്തിൽ ഒറിജിന് സിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു ലൈനായിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക.
So such functions are called odd functions. അപ്പോൾ odd functions തിരിച്ചറിയാൻ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ഒന്നുകിൽ അതിൻ്റെ ഗ്രാഫ് വരച്ചതിന് ശേഷം അത് ഒറിജിനിന് സിമെട്രിക്കൽ ആയിട്ടാണോ നിൽക്കുന്നത് എന്ന് നോക്കുന്നു. രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് ഫംഗ്ഷൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സിൽ എക്സിന് പകരം -x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുന്നു. എഫ് ഓഫ് -x ഈക്വൽ ടു -f ഓഫ് എക്സ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ വി സേ ദാറ്റ് ദ ഫംഗ്ഷൻ ഈസ് ആൻ ഓഡ് ഫംഗ്ഷൻ. So a function that satisfies the equation f of -x equal to -f of x for all x in its domain is called an odd function. Example is f of x equal to x cube or f of x equal to x, etc. So here we have some examples. Determine whether the function is even, odd or neither even nor odd. Evenum oddum allatha functions undavam. For example, consider this function. Here the function is not symmetric with respect to the y-axis, therefore it is not even. And it is not symmetric about the origin, therefore it is not odd also. Symmetric about the origin ആവണമെങ്കിൽ ഈ പോർഷൻ ഇങ്ങനെയാണെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് വരുന്ന തിരിച്ചിങ്ങനെയുള്ള പോർഷൻ ആയിരിക്കണം. ഒറിജിനിൽ സിമെട്രിക്കൽ ആവാന്ന് പറഞ്ഞാൽ. Here the function is an odd function. So here we have to determine whether the function is even, odd or neither even nor odd. First problem is f of x equal to x cube minus x. So എക്സിന് പകരം നമ്മൾ നെഗറ്റീവ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുന്നു. എഫ് ഓഫ് -x ഈക്വൽ ടു -x ഹോൾ ക്യൂബ് മൈനസ് എക്സ്. സോ ദിസ് ഈക്വൽ ടു -x ക്യൂബ് പ്ലസ് എക്സ്. ആൻഡ് ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് മൈനസ് ഓഫ് x ക്യൂബ് മൈനസ് എക്സ് ആൻഡ് ഇറ്റ് ഇസ് ഈക്വൽ ടു -f ഓഫ് എക്സ്. therefore the function is an odd function. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ x ക്യൂബ് മൈനസ് എക്സ് ആയിരുന്നു. എഫ് ഓഫ് -x കിട്ടിയത് നെഗറ്റീവ് ഓഫ് x ക്യൂബ് മൈനസ് എക്സ് ആണ്. സോ ഇറ്റ് ഇസ് -f ഓഫ് എക്സ്. ഫംഗ്ഷൻ is odd. Next problem is g of x equal to x raised to 4 minus x square plus 1. So we write f of -x equal to -x raised to 4 minus x whole square plus 1. So this equal to -x raised to 4. Since 4 is even, we have x raised to 4 minus x square is x square itself plus 1. So it is actually equal to g of x itself, therefore the function is even. And the last problem, h of x equal to x minus 2x square. What will be h of minus x? It is equal to minus x minus 2 into minus x square. So this is equal to minus x minus 2 into minus x square is x square. Here the function cannot be written in the form minus of h of x. What is minus of h of x? It is equal to minus of x minus 2x square. Okay, it's equal to minus x minus of minus is plus 2x square. And it is not equal to the expression written here minus x minus 2x. So here h of minus x is not equal to minus h of x and it is not equal to h of x itself. Therefore the function is neither even nor odd. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത 3 ഫംഗ്ഷൻസിൻ്റെ ഗ്രാഫ്സ് ആണ് ഇവിടെ വരച്ച് കാണിച്ചിരിക്കുന്നത്. എഫ് ഓഫ് എക്സ് ഇക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് എക്സ് എന്ന ഗ്രാഫിൻ്റെ ഫംഗ്ഷൻ്റെ ഗ്രാഫാണ് ഈ കാണുന്നത്. സോ ഹിയർ ദ ഗ്രാഫ് ഈസ് സിമെട്രിക് എബൌട്ട് ദ ഒറിജിൻ, therefore it is odd. ഇവിടെ നോക്കിയാൽ ഗ്രാഫ് ഇറ്റ് ഈസ് സിമെട്രിക് എബൌട്ട് ദ വൈ ആക്സിസ്. വൈ ആക്സിസിൻ്റെ രണ്ട് സൈഡിലും മിറർ ഇമേജ് പോലെയാണ് ഫംഗ്ഷൻ ഉള്ളത്. സോ ഇറ്റ് ഇസ് എൻ ഈവൻ ഫംഗ്ഷൻ. സോ വാട്ട് ഹാപ്പൻസ് ഹിയർ ദ ഫംഗ്ഷൻ ഇസ് not symmetric about the origin and it is not symmetric about the y-axis. y-axis ആക്ച്വലി ഇവിടെയാണ് നിൽക്കുന്നത്. ഈ y-axisൻ്റെ രണ്ട് പോർഷനിലും സിമെട്രിക് ആയിട്ടല്ല ഈ ഫംഗ്ഷൻ നിൽക്കുന്നത്. therefore it is not an even function and it is not an odd function. So in the next Google Meet class we will do the problems relating to these sections.